പച്ചപ്പും പ്രകൃതി ഭംഗിയും കൊണ്ട് അനുഗ്രഹീതമാണെങ്കിലും കേരളത്തിന്റെ യഥാർത്ഥ ജീവനാടി ഒഴുകുന്നത് അറബിക്കടലിനക്കരെയുള്ള മണലാരണ്യങ്ങളിലാണെന്ന് പറയേണ്ടി വരും. കഴിഞ്ഞ 5 പതിറ്റാണ്ടുകളായി കേരളത്തിന്റെ സാമൂഹിക സാമ്പത്തിക ഘടനയെ താങ്ങി നിർത്തുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറിയ ലക്ഷക്കണക്കിന് മലയാളികളുടെ അധ്വാനമാണ്. എന്നാൽ ഇന്ന് ഗൾഫ് മേഖലകളിൽ അതിവേഗം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന സ്വദേശീവൽക്കരണ നയങ്ങൾ കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയ്ക്ക് മേൽ വലിയൊരു ചോദ്യചിഹ്നമായി മാറുകയാണ്. ഒരു കാലത്ത് വിദേശ തൊഴിലാളികൾക്ക് കൈനിറയെ അവസരങ്ങൾ നൽകിയിരുന്ന ഗൾഫ് രാജ്യങ്ങൾ ഇന്ന് തങ്ങളുടെ തദ്ദേശീയരായ യുവാക്കളുടെ തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള തീവ്ര ശ്രമത്തിലാണ്. സൗദി അറേബ്യയിലെ നിതാഖാത്ത്, ഒമാനിലെ ഒമാനൈസേഷൻ, കുവൈറ്റിലെ കുവൈറ്റൈസേഷൻ, UAE-യിലെ പുതിയ എമിറൈറ്റൈസേഷൻ നിയമങ്ങൾ, കൂടാതെ അടുത്തിടെ ബഹ്റൈനിൽ പ്രവാസി വർക്ക് പെർമിറ്റുകൾ 2 വർഷമായി പരിമിതപ്പെടുത്താൻ പാർലമെന്റിൽ വന്ന ശുപാർശകൾ എന്നിവയെല്ലാം ഇതിന്റെ ഉത്തമ ഉദാഹരണങ്ങളാണ്. പ്രവാസികൾക്ക് ഒട്ടും സുഖകരമല്ലാത്തൊരു വാർത്ത വരുന്നത് ബഹ്റൈനിൽ നിന്നാണ്. പ്രവാസികളുടെ എണ്ണം തൊഴിൽ മേഖലയിൽ നിയന്ത്രിക്കുന്നതിന്റെ ഭാഗമായിട്ട് ബഹ്റൈനിൽ ഒരു നീക്കം നടക്കുകയാണ്. അതായത് വർക്ക് പെർമിറ്റ് കാലാവധി 2 വർഷത്തേക്ക് കുറയ്ക്കണമെന്ന നിർദ്ദേശമാണ് ഇപ്പോൾ ബഹ്റൈൻ MP-മാർ നിർദ്ദേശിച്ചിരിക്കുന്നത്. പാർലമെന്റ് അംഗം മുനീർ സൂറൂറാണ് ബഹ്റൈനിലെ തൊഴിൽ നിയമത്തിൽ ഭേദഗതി വേണമെന്ന നിർദ്ദേശവുമായി രംഗത്തുള്ളത്. പ്രവാസികൾക്ക് വളരെ ആഘാതമുണ്ടാക്കുന്ന ഒരു പ്രസ്താവനയാണിത്. രാജ്യത്തെ തൊഴിൽ വിപണിയെ രക്ഷിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നതെന്നാണ് പറയുന്നത്. തൊഴിൽ വിപണിയെ നിയന്ത്രിക്കുന്ന നിയമത്തിൽ പ്രവാസികളുടെ വർക്ക് പെർമിറ്റ് പുതുക്കുന്നത് സംബന്ധിച്ചുള്ള തീരുമാനം കൊണ്ടുവരികയാണ് ലക്ഷ്യം വെക്കുന്നത്. പെർമിറ്റുകൾ ഒരിക്കൽ മാത്രമേ പുതുക്കി നൽകാവൂ എന്നും നിർദ്ദേശിക്കുന്നുണ്ട്. ജോലിയില്ലാതെ രാജ്യത്ത് താമസിക്കുന്ന പ്രവാസികളെ തടയാൻ ഇതിലൂടെ സാധിക്കുമെന്നാണ് അധികൃതർ പറയുന്നത്. തൊഴിൽ നേടുന്ന ബഹ്റൈൻ പൗരന്മാർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ ഇതിലൂടെ സാധിക്കും. നിരവധി ബഹ്റൈൻ പൗരന്മാർ തൊഴിൽ രഹിതരായി രാജ്യത്ത് നിൽക്കുന്നുണ്ടത്രേ. ബഹ്റൈനിലെ തൊഴിൽ വിപണിയിൽ ഇതിലൂടെ ഒരു മാറ്റം കൊണ്ടുവരികയാണ് അധികൃതരുടെ ലക്ഷ്യം. അതായത് കൂടുതൽ ബഹ്റൈൻ സ്വദേശികൾക്ക് ജോലി നൽകുക എന്നതാണ് അവരിതിലൂടെ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം. അപ്പൊ സ്വാഭാവികമായിട്ടും പ്രവാസികൾ പുറത്താകും. പെർമിറ്റ് പുതുക്കി നൽകാതെ വരുമ്പോൾ പ്രവാസികൾക്ക് ആ രാജ്യത്ത് തുടരാൻ ബുദ്ധിമുട്ടായി തീരും. ഇതിലൂടെ തൊഴിൽ വിപണി കൂടുതൽ അവിടുത്തെ സ്വദേശികൾക്ക് അനുകൂലമായി മാറും. ഇത് തന്നെയാണ് അധികൃതർ നിയമത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നിർദ്ദിഷ്ട ഭേദഗതി പാർലമെന്റിന്റെ പരിഗണനയ്ക്കും ചർച്ചയ്ക്കും ശേഷമായിരിക്കും നടപ്പിലാക്കുക. വിദേശ തൊഴിലാളികളുടെ കടന്നുകയറ്റം കൂടിയ സാഹചര്യത്തിലാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് കടക്കുന്നതെന്നും പറയുന്നുണ്ട്. ഗൾഫ് പണത്തിന്റെ ഒഴുക്ക് കുറയുന്നത് കേരളത്തെ ഒരു വലിയ സാമ്പത്തിക മാന്ദ്യത്തിലേക്ക് നയിച്ചേക്കാം. തിരികെ എത്തുന്ന പ്രവാസികളുടെ പുനരധിവാസം സംസ്ഥാന സർക്കാരിന് മുന്നിൽ വലിയ വെല്ലുവിളിയായി മാറും. കേരളത്തിൽ വലിയ വ്യവസായങ്ങളോ ഉൽപാദന മേഖലകളോ ഇല്ലാതിരുന്നിട്ടും ഇവിടുത്തെ ജനങ്ങളുടെ ജീവിത നിലവാരം ഉയർന്ന നിലയിൽ തുടരുന്നതിനുള്ള ഒരു പ്രധാന കാരണം പ്രവാസി മലയാളി അയക്കുന്ന പണം തന്നെയാണ്. ഗൾഫ് പണം കേരളീയ സമൂഹത്തിൽ വരുത്തിയ മാറ്റങ്ങൾ ചെറുതല്ല. 70കളിൽ ആരംഭിച്ച ഗൾഫ് കുടിയേറ്റം കേരളത്തിലെ ദാരിദ്ര്യ മധ്യവർഗ കുടുംബങ്ങളുടെ സാമ്പത്തിക സ്ഥിതി പാടെ മാറ്റിമറിച്ചിട്ടുണ്ട്. കേരളത്തിലെ വസ്ത്രവ്യാപാരം, സ്വർണ്ണക്കടകൾ, വൻകിട സൂപ്പർ മാർക്കറ്റുകൾ, വാഹന വിപണി എന്നിവയിലെല്ലാം പൂർണ്ണമായും പ്രവാസി പണത്തെ ആശ്രയിച്ചാണ് നിൽക്കുന്നതെന്ന് പറയേണ്ടി വരും. കാരണം അവരുടെ പർച്ചേസിംഗ് പവർ വളരെ കൂടുതലാണ്. മാത്രമല്ല നമ്മുടെ സംസ്ഥാനത്ത് ഉയർന്നു വന്ന പല വീടുകളും വാണിജ്യ സമുച്ചയങ്ങളും ഗൾഫ് പണത്തിന്റെ നേർസാക്ഷ്യങ്ങളാണ്. ഗൾഫ് രാജ്യങ്ങൾ അവരുടെ സ്വന്തം പൗരന്മാരുടെ സുരക്ഷിതത്വത്തിനായി നിയമങ്ങൾ കർശനമാക്കുമ്പോൾ അതിനെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. മാറ്റങ്ങൾ ഉൾക്കൊണ്ട് പുതിയൊരു കേരള മോഡൽ കെട്ടിപ്പടുക്കേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് പറയണം. പ്രവാസി പണം കൊണ്ട് നമ്മൾ പണിതുയർത്തിയ ആഡംബരങ്ങളിൽ നിന്ന് മാറി പ്രവാസികളുടെ അറിവും അനുഭവ സമ്പത്തും ഉപയോഗിച്ച് സ്വന്തം നാട്ടിൽ ഉൽപാദനക്ഷമമായ തൊഴിൽ സംസ്കാരം വളർത്തിയെടുക്കാൻ കഴിഞ്ഞാൽ മാത്രമേ കേരളത്തിന് ഭാവിയിൽ നിലനിൽക്കാനാവുകയുള്ളൂ. നമുക്കറിയാലോ കോവിഡിന്റെ കാലത്ത് സംഭവിച്ചത്. അതായത് ലക്ഷക്കണക്കിന് പ്രവാസികളാണ് കോവിഡ് കാലത്ത് ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മടങ്ങിയെത്തിയത്. അത് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയെ വലിയ രീതിയിലാണ് ബാധിച്ചത്. പലരെയും അത് മാനസികമായി പോലും തളർത്തി. ഗൾഫ് പണം മാസാമാസം എത്തുന്നത് നോക്കിയിരിക്കുന്ന ഒരുപാട് കുടുംബങ്ങളുണ്ട് കേരളത്തിൽ. നേരത്തെ സൂചിപ്പിച്ച പോലെ കേരളത്തിൽ കെട്ടിയുയർത്തിയ പല വീടുകളും ഗൾഫ് പ്രവാസികളുടെ പണം തന്നെയാണ്. ഗൾഫിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടുത്തെ പ്രവാസികൾ അവിടെ ഉണ്ടാക്കുന്ന പണം മുഴുവൻ അവിടെ സൂക്ഷിക്കുകയല്ല, അതിൽ നല്ലൊരു ഭാഗവും അവരുടെ കുടുംബങ്ങളിലേക്ക് അവർ മാസാമാസം അയച്ചു കൊടുക്കുന്നുണ്ട്. അത് വെച്ചിട്ടാണ് വീടുകൾ കെട്ടിയുണ്ടാക്കിയതും കുട്ടികളുടെ വിദ്യാഭ്യാസം, വിവാഹം, മറ്റ് ചെലവുകൾ, വലിയ സമ്പാദ്യം അവരുണ്ടാക്കിയെടുത്തത് എല്ലാം ഈ ഗൾഫ് മലയാളികളുടെ പണം തന്നെയാണ്. അപ്പോൾ അവിടെ അവർക്ക് തുടരാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടായാൽ അവർ സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിലേക്ക് വരും. അവിടെയാണ് പ്രശ്നം. നമ്മുടെ നാട്ടിൽ അവരെങ്ങനെ ഉൾക്കൊള്ളുന്നു? അതൊരു വലിയ ചോദ്യം തന്നെയാണ്. അവർക്ക് കൂടുതൽ തൊഴിലവസരങ്ങൾ ഉണ്ടാകണം. അവർക്ക് തൊഴിലവസരങ്ങൾ ഉണ്ടായില്ലെങ്കിൽ കേരളത്തിന്റെ സാമ്പത്തിക വ്യവസ്ഥയെ അത് വലിയ രീതിയിൽ തന്നെ ബാധിക്കും. എന്തായിരിക്കും കേരളത്തിന്റെ ഭാവി എന്ന് പോലും നമുക്ക് ചിന്തിക്കേണ്ടി വരും. ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറി മറിയും.
ഗൾഫ് മലയാളികളുടെ പണം തന്നെയാണ് കേരളത്തിന്റെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലെന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്.